ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ടു CSCB റാങ്കർ. നമ്മൾ കുറച്ച് ദിവസമായില്ലേ പഠിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നുപോയി. അപ്പോൾ നമ്മൾ സെക്ഷൻ 65 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ സബ്സെക്ഷൻ 7 സബ്സെക്ഷൻ 2A ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഡസ് സെക്ഷൻ 65 സബ്സെക്ഷൻ 7 ഡീൽ വിത്ത്? Answer, it deals with recovery of loss caused due to irregularity, misappropriation, fraud or defalcation in a cooperative society. സെക്ഷൻ 65 സബ്സെക്ഷൻ 7 എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? അവിടെ പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും പണാപഹരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചതിയിൽ കൂടിയോ വഞ്ചനയിൽ കൂടിയോ അപഹരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് റിക്കവറി ചെയ്യുന്നത്, അത് തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 65 സബ്സെക്ഷൻ 7. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ടേക്ക് ആക്ഷൻ അണ്ടർ സെക്ഷൻ 65 സബ്സെക്ഷൻ 7? Answer, the registrar or any officer authorized by the registrar. സെക്ഷൻ 65(7) പ്രകാരം റിക്കവറി ചെയ്യുമ്പോൾ അതിനുള്ള ഓതറൈസേഷൻ, അത് ആരാണ് അങ്ങനെ റിക്കവറി ചെയ്യാനുള്ള അർഹതപ്പെട്ടയാൾ? അത് രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഏൽപ്പിച്ചിരിക്കുന്നയാൾ, ഓതറൈസ്ഡ് പേഴ്സൺ, രജിസ്ട്രാർ ആരെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹവും മാത്രമായിരിക്കും ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള ഓതറൈസ്ഡ് പേഴ്സൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what action should be taken if misappropriation is detected? Answer, immediate necessary steps should be taken to recover the misappropriated money or assets through legal action. ഇങ്ങനെയുള്ള പണാപഹരണമോ വഞ്ചനയോ ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്നാണ്. എങ്ങനെയാണ്? എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടതായ ഇത് റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കും. ഇതിൽ കൂടി ലീഗൽ ആക്ഷനിലൂടെ, നിയമപരമായ വഴികളിൽ കൂടി എത്രയും വേഗം ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കുന്നതിന് ഉള്ള ഏറ്റവും നല്ല മാർഗം അവർ എത്രയും വേഗം റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മസ്റ്റ് ബി ഡൺ ബിഫോർ റിക്കവറി ആക്ഷൻ? ആൻസർ, ദ ലോസ് മസ്റ്റ് ബി അസസ്ഡ്. ഈ തിരിച്ചു പിടിക്കുന്ന റിക്കവറി ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ അവർ ഉറപ്പായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? എത്രമാത്രം നഷ്ടം വന്നു എന്നതിനുള്ള കണക്കെടുക്കൽ, അത് അസസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ 65 സബ്സെക്ഷൻ 2A? ആൻസർ, preparation of a detailed inquiry report when defects are found. Section 65 2A subsection 2A എന്തിനെക്കുറിച്ചാണ്? എന്ത് കവർ ചെയ്യുന്നു? അത് preparation of detailed inquiry report when defects are found. ഒരു തെറ്റുകുറ്റം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് പറയുന്നത് സെക്ഷൻ 65 2A. നെക്സ്റ്റ്, who prepares the inquiry report under section 65 subsection 2E? Answer, the registrar or persons authorized by him. സെക്ഷൻ 65 2A പ്രകാരം ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തിയോ, അവരാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻക്വയറി നടത്തേണ്ടത്. Next, what happens if an offence under section 94 is revealed? Answer, a special report must be prepared. സെക്ഷൻ 94 പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു ഒഫൻസ്, ഒരു കുറ്റം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഈ സെക്ഷൻ 94 നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ടു കംപ്ലീറ്റ് ദ എൻക്വയറി അണ്ടർ സെക്ഷൻ 65? ആൻസർ, 4 months. സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറി എന്നത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? അതിന് 4 മാസത്തെ സമയമാണ് കൊടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാം. സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സെക്ഷൻ 66 subsection 1 the registrar shall supervise or cause to be supervised by a person authorized by him by general or special order in writing in this behalf the working of every society as frequently as he may consider necessary. The supervision under this subsection may include an inspection of the books of the society. രജിസ്ട്രാർ ഓരോ സൊസൈറ്റിയുടെയും പ്രവർത്തനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിരിക്കുന്ന ഓഫീസർ മുഖേനയോ ഇൻസ്പെക്ഷൻ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഈ സബ്സെക്ഷനിൽ പറയുന്ന ഈ മേൽനോട്ടത്തിൽ സൊസൈറ്റിയുടെ മറ്റ് ബുക്സും കൂടി പരിശോധിക്കുന്നതും ഇതിൽ പെടുന്നതാണ്. അതായത് ഓരോ സൊസൈറ്റിയുടെയും പ്രവർത്തനങ്ങൾ രജിസ്ട്രാർ നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഓഫീസർ മുഖേനയോ പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ അവിടുത്തെ ബുക്സ് ആൻഡ് ബുക്സുകൾ പരിശോധിക്കുന്നതും ഈ കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് സെക്ഷൻ 66 subsection 2 the registrar may on his own motion or on the application of a creditor of a society inspect or direct any person authorized by him by order in writing in this behalf to inspect the books of the society. രജിസ്ട്രാർക്ക് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്ററുടെ ആവശ്യപ്രകാരമോ സൊസൈറ്റിയുടെ ബുക്സുകൾ പരിശോധിക്കാം. അത് സ്വയം പരിശോധിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരാളെ താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് എഴുതി കൊടുത്ത് അദ്ദേഹത്തിനും ഇത് പരിശോധിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് 66(2) പറയുന്നത്. ഇനി സെക്ഷൻ 66 subsection 3 where the inspection under subsection 2 is made on the application of a creditor, the registrar shall communicate the result of such inspection to such creditor. സെക്ഷൻ 66 subsection 3 പറയുന്നത് സബ്സെക്ഷൻ 2 പ്രകാരം ക്രെഡിറ്ററുടെ ആവശ്യപ്രകാരമാണ് ഇൻസ്പെക്ഷൻ നടക്കുന്നത് എങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം അദ്ദേഹത്തെ കൂടി അറിയിക്കണം എന്നുള്ളതാണ് 66(3) പറയുന്നത്. ഇനി 2 പോയിന്റുകളായിട്ട് പറയുന്നു, എയും ബിയും. എ സാറ്റിസ്ഫൈ ദ രജിസ്ട്രാർ ദാറ്റ് ദ ഡെറ്റ് ഈസ് എ സം ദെൻ ഡ്യൂ ആൻഡ് ദാറ്റ് ഹി ഹാസ് ഡിമാൻഡഡ് പേയ്മെൻറ്റ് ദെയറോഫ് ആൻഡ് ഹാസ് നോട്ട് റിസീവ്ഡ് സാറ്റിസ്ഫാക്ഷൻ വിത്തിൻ എ റീസണബിൾ ടൈം ആൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദ രജിസ്ട്രാർ സച്ച് എ സം ആസ് സെക്യൂരിറ്റി ഫോർ ദ കോസ്റ്റ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ഇൻസ്പെക്ഷൻ ആസ് ദ രജിസ്ട്രാർ മേ റിക്വയർ. ഇത് 2 വ്യവസ്ഥകളാണ്. രജിസ്ട്രാർക്ക് സൊസൈറ്റിയുടെ ബുക്കുകൾ പരിശോധിക്കാൻ അപേക്ഷിക്കുന്ന കടക്കാരൻ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആദ്യം പറയുന്നത് എന്താണ്? ഈ കടം ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ള തുകയാണെന്നും അത് തിരിച്ചടയ്ക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരു ന്യായമായ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും രജിസ്ട്രാറെ അതറിയിക്കുന്നു. അതാണ്. അതുപോലെ രണ്ടാമതായി പറയുന്നത് ഈ നിർദ്ദിഷ്ട പരിശോധനയുടെ ചെലവുകൾക്കായിട്ട് വേണ്ട തുക, രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന ആ തുക സെക്യൂരിറ്റിയായി രജിസ്ട്രാറുടെ പക്കൽ നിക്ഷേപിക്കണമെന്നുമാണ് ഇവിടെ പറയുന്നത്. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. Section 66 subsection 1 the registrar must supervise the working of every society. Supervision can be done by the registrar or a person authorized by him. Authorization must be in writing, general or special order. Supervision may include inspection of the society's books. Frequency of supervision is as deemed necessary by the registrar. Next, section 66 subsection 2 registrar can inspect society's books on his own. A creditor of the society can request inspection. Registrar may authorize another person to inspect. Authorization must be given in writing. Next, section 66 subsection 3 if inspection is done based on a creditor's request, registrar must inform the creditor of the inspection result. If creditor initiated inspection,
A creditor must prove the debt is due, must show payment was demanded but not received in reasonable time. B. Creditor must deposit security amount for inspection costs. Amount is as required by the registrar. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. ദ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക്. ആൻസർ പുരന്ദരദാസ്. നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ ഓഫ് ഫിഷ്. ആൻസർ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. 380, 188, 92, 48, 28 ആൻഡ് 2. ആൻസർ 48 ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടുത്തെ ഫസ്റ്റ് നമ്പറായി 380, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 കുറയ്ക്കുമ്പോൾ അടുത്ത നമ്പർ കിട്ടും 188. ഇനി 188നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 കുറച്ചപ്പോൾ 92 കിട്ടി. എന്നാൽ അടുത്തത് നോക്കൂ, 92നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 കുറയ്ക്കുമ്പോൾ 44 കിട്ടേണ്ടത്. ബട്ട് ഇവിടെ 48 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ആൻസർ. Now your turn to answer. First question, 12th November is celebrated as dash. Next, collective noun of ants, ഉറുമ്പുകൾക്ക്. Next, if E is equal to 5 and hotel is equal to 12, how will you code as lamb? Leave your answer in the comment box and stay tuned for the next episode. Thank you.